എന്താ എന്താണിത് തമാശ ഇങ്ങനൊക്കെ ഓരോ പരിപാടി ഇങ്ങനെ നേരം പോകാനൊക്കെ നേരം പോകാൻ അങ്ങനെ പരിപാടികൾ നന്നായി. ഇരിച്ചിട്ട് നല്ല ഒപ്പമുണ്ട് മടി വരെ പരിപാടി കണ്ടിട്ടേ. നല്ല സുഖല്ലേ? പണിക്കും പോണ്ട, 24 മണിക്കൂർ ഈ തോണ്ടി തോണ്ടി ഇരിക്കുക, കൂറ്റം കുത്തി ഇരിക്കുക, തിന്നിട്ട് പന്നി ഓയിൽ പോറ്റന്റെ ഹെവിയൊക്കെ എനിക്ക് ഈ സുഖം ചേട്ട ഞാൻ. മിനിയെ ആ നോക്കാ നമ്പറൊക്കെ കാട്ടിക്ക. ആ ചങ്ങാതിയല്ലേ പറഞ്ഞു പൊന്നുപോലെ നോക്കൂന്ന്. പൊന്നുപോലെ നോക്കാണ്ട് പറഞ്ഞപ്പോ ഞാൻ ഓളി നോക്കേണ്ടി വന്നിട്ടിപ്പോ എനിക്ക് പറ്റൂല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ വിചാരിക്കാൻ പറഞ്ഞല്ലോ, അത് ഞാൻ ചെയ്യും. ഞാൻ എന്താക്കിയ എന്താ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ വിളിച്ചറക്കുന്ന കുറെ നേരമല്ല. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴും നേരം പെടുത്തത് ഞാൻ എന്നോ പറയണില്ലേ ഈ മനുഷ്യനിക്ക് വേണ്ടാന്നുള്ളത്. അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞു ഓ മുന്നും പൈസ ചോദിച്ചിട്ടില്ല, നല്ല ഉദാഹരണം നല്ല ബ്രോക്കർ വെച്ചെന്നല്ലേ പറഞ്ഞ് അനുഭവിച്ചോളി. ഞാനൊന്നും പറയാനില്ല. എന്തപ്പോ എന്താ പറഞ്ഞത്? ഏത് ബ്രോക്കർ പറഞ്ഞമായിരിക്കും ഞാൻ 24 മണിക്കൂർ നിങ്ങളെ മോളെ നോക്കിയിരിക്കല്ലേ? ഞാൻ ഒന്ന് പുറത്ത് പഠിക്കുകയായിരുന്നു നിങ്ങളെ മോളെ നോക്കാൻ എനിക്ക് കഴിയുമോ? ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട്, അതിൽ ഒരു മാറ്റമില്ല. നിങ്ങൾ വാക്ക് പറഞ്ഞതൊന്നും ഉണ്ടായിരിക്കും. നിങ്ങളാ സെഞ്ചുറി പിന്നാളിലെന്തെങ്കിലും കാത്തിരുന്നു. എന്തിനാ മോളെ ഇതിൽ വെച്ച് പൊറപ്പിക്കുന്നത് പറഞ്ഞാൽ എന്തിനാണ് എന്നോ പറഞ്ഞില്ല അമ്മ. അത് ഒഴിവാക്കാന്നുള്ളത് നിങ്ങളെ പണിയല്ലേ. നമുക്ക് ആ ബ്രോക്കറെ വിളിച്ചാലോ അതാ നല്ലത്. ഇതെന്താ ഉണ്ടാവും സ്വകാര്യം പറഞ്ഞ അടുക്കള പോയിട്ട് എല്ലാവരും ചായക്കറി ഉണ്ടാക്കാനാണ്. ചായക്കറി ഉണ്ടാക്കാണ് മധുരം ഉണ്ടാക്കോ നല്ല പൂവട. എനിക്ക് പൂവടല്ല ഒന്ന് പോയാടാ എന്റെ കെട്ട് മാറാപ്പതാ. പോവാനമ്മ, ഞാൻ എങ്ങോട്ട് പോവാനാണ്? വീട്ടിക്ക് വാങ്ങിന് പോയിക്കാ, വന്നോട്ടൊക്കെ തന്നെ വിളിക്കാം. ഞാൻ എന്നെ പാവം ചോദിച്ചൊരു കാര്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞേക്കാൻ നിങ്ങൾ തീരുമാനിച്ചില്ലല്ലേ? അപ്പൊ ഞാൻ പോയാൽ പറ്റുമല്ലേ? അത് മാറ്റമൊന്നുമില്ലല്ലോ. അതിൽ ഒരു മാറ്റം ഇല്ല മോനെ പോയിക്കരി. അപ്പൊ ഇനിയിപ്പോ എന്താ ചെയ്യാനപ്പോ നമ്മള് പഴയ കാലത്ത് തന്നെ പോവുക. കോഴിക്കോട് പാളയം ബസ് സ്റ്റാൻഡിലെ ആ പെട്ടിപ്പ് വാങ്ങി പാടുന്ന കടന്നിട്ടാണോ കുറച്ചോനെ? അതാണ് എന്റെ 12ാമത്തെ കെട്ടും കഴിഞ്ഞു.